കന്യാദാനം സീരിയൽ ഞാൻ ചെയ്യുന്നത്. കന്യാദാനം സീരിയലിൽ ഒരുത്തനുണ്ട്. ഇവൻ ആദ്യമൊക്കെ ഞാൻ നോക്കിയപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമുക്ക് എല്ലാ കാര്യവും പറയാൻ തോന്നുന്ന ഒരാൾ എന്നൊക്കെ തോന്നുന്നു. ഭയങ്കര ആത്മീയമായിട്ടൊക്കെ ആയിട്ട് പോകുന്ന. അപ്പം ഇതൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പിന്നെയാണ് മനസ്സിലായത് ഇവരിങ്ങനെയുള്ള ആളെ അല്ല, ഇതൊക്കെ ഒരു പുറം മോടി മാത്രമാണ് ഇവൻ്റെ എന്നുള്ളത് മനസ്സിലായത് എനിക്ക് പിന്നീടാ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പെൺകുട്ടികളൊക്കെ പോയിട്ട് ഇന്ന് മെനക്കെടുന്ന് ആലോചിച്ച് നോക്കിയേ, തപ്പിപ്പിടിച്ചിട്ട് ഇവർക്ക് മെസ്സേജ് അയച്ചു വിടുക, ഇവനെ സൂക്ഷിക്കണം എന്നെ. എന്തൊരു മരണം നോക്കണം ഇവൻ അല്ലേ. ഇവൻ എന്നിട്ട് മെസ്സേജ് അയച്ചു വിടുക. എന്നിട്ട് എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും കേട്ടോ ഈ കുട്ടികൾ. ഈ പൊട്ടനും മനസ്സിലാവോ ഇവർ എൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പറയുന്നുള്ളത് മനസ്സിലാക്കണ്ടേ ഇവർ അപ്രോച്ച് ചെയ്യുക ഇന്ന് പരിപാടി. അതോടുകൂടി ഞാൻ മെല്ലെ അവരോടുള്ള അതങ്ങ് സ്റ്റോപ്പാക്കി ഇപ്പോൾ കാണുമ്പോൾ ഹായ് ബൈ അത്ര തന്നെ. പക്ഷേ പെണ്ണുങ്ങളെ പിന്നെ ഈ നമ്മൾ പറയുക ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സ്വഭാവമുണ്ടേ, അത് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഇവനാ. അങ്ങനത്തെ സ്വഭാവമുള്ള ഒരുത്തൻ ഉണ്ട് നമ്മളെ കന്യാദാന സെറ്റിൽ. ആരാതിപ്പോൾ കണ്ടവർക്ക് മനസ്സിലായിരുന്നു, എനിക്ക് പുല്ലാണ് പാടാവിടുന്നത്. അപ്പോൾ അവരെ സൂക്ഷിക്കണം എന്നുള്ളത്. അവിടെ തന്നെ പല ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവൻ്റെ അറിയില്ല. അവൾക്ക് വളരെ നല്ലവനാണ്, സാത്വികനാണെന്ന് പറയുന്നത്. അല്ല കള്ളു കുടിക്കില്ല, വേറൊന്നുമില്ല. ജെൻറ്റിൽമാൻ ലുക്ക്, ജെൻറ്റിൽമാൻ പരിവേഷം. ഇതാണ് ഞാൻ പറഞ്ഞത്, വില്ലന്മാരായിരിക്കണം എന്നില്ല റിയൽ ലൈഫിൽ. ഇങ്ങനെയുള്ളവരുണ്ട്. ഇവർ നമ്മളെ പറ്റി ഇത് നമ്മൾ വേറെ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ വോയിസ് റെക്കോർഡ് വരെ നമ്മളെ കയ്യിലുണ്ടെന്നേ. ഈ വോയിസ് വരെ ഇയാൾ അയച്ചു കൊടുത്ത വോയിസ് വരെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നല്ല രീതിയൊന്നുമല്ല അവിടെ പെരുമാറുന്നത്. ഇവിടെ വീഡിയോ പിന്നെ സ്വന്തം അയച്ചു കൊടുക്കുന്നുണ്ട്, അതും എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. കളിക്കൊന്നും വേണ്ട, അതൊക്കെ എൻ്റെ കയ്യിൽ സേഫായിട്ടുണ്ട്. അപ്പോൾ ഇത് അയച്ചു കൊടുക്കും. നമ്മളുടെ ഒരു പോസ്റ്റ് എങ്ങാനും ഇവരിട്ട് കഴിഞ്ഞാൽ ഇവ പടങ്ങും അവരടുത്ത്. നിങ്ങളാരാണ് ഇവൻ, നമ്മളെ ഒന്ന് നോക്കുമ്പോൾ ഇവൻ്റെ എന്നിട്ട് അവർ പറഞ്ഞ ഹലോ നിന്നേക്കാൾ മുമ്പേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ. ഇവന് ഈഗോ ആരും വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇവനെയൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടത് അല്ലേ? തന്നെ അതിനുള്ള ഉത്തരം. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരാൾ, അയാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഈശ്വരും അമ്മയും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുന്നത് ഒരു തെറ്റൊന്നുമില്ലല്ലോ. തെറ്റൊന്നുമില്ല, അതിനിപ്പോൾ തെറ്റ് വേറെന്ത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് പ്രകടിപ്പിച്ചൂടെ? അതിന് അങ്ങനെ പറയാറായില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു. നമ്മളിങ്ങനെ ഒരു വഴിക്കേ കൂടി അങ്ങ് പൊക്കോട്ടെന്നേ. വേറെ കളറുകളൊന്നും അതിലിപ്പോൾ വലിയ കളറുകളൊന്നും ചേർക്കാനില്ല. എന്തെങ്കിലും കളർ ചേർക്കാനാകുമ്പോൾ ഞാൻ പറയാം കേട്ടാ. പക്ഷേ ഈ ഒരുമിച്ചാണ് താമസിക്കുന്നത് ആളുകൾ എഴുതി വിടുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് എഴുതി വിടാൻ പറ്റില്ലാത്തത്? അവർക്കൊക്കെ എന്ത് വേണമെങ്കിൽ പറയില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് താമസിക്കാത്തിട്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതല്ലേ, നമുക്കെന്താ ഒരുമിച്ച് താമസിച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ ലേറ്റായിട്ട് വന്ന് ചിലപ്പോൾ ലേറ്റായിട്ട് പോകുന്നു. അപ്പോൾ ചിലപ്പം ഒരുമിച്ച് താമസിച്ചെന്ന് വരും. അതിനെന്താ? ഒന്നിച്ച് നമ്മൾ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചെന്ന് വരും. അതിനെന്താ കുഴപ്പം? എന്താ ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. രണ്ട് വ്യക്തി അതും കൂടിയാണല്ലോ പണ്ട് 1947 വാങ്ങിയെടുത്ത് തന്നത്. കുറച്ച് വികാരമൊക്കെ വിക്ഷോഭിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. വികാരങ്ങളൊക്കെ വിക്ഷോഭിച്ചുള്ള ആൾ തന്നെയാണ്. ഇപ്പൊ അടുത്ത ചോദ്യം ഞാൻ വിചാരിച്ചു വികാരത്തെ പറ്റിയുള്ള ചോദ്യമായിരിക്കും. ഞാനൊരു വികാര ജീവിയാണ്. ആണോ? ആണ്, എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും, എല്ലാ ഭൗതിക സുഖങ്ങളും. പിന്നെ എൻ്റെ നോട്ടം തന്നെ ശരിയല്ല എന്ന് പലരും പറയാണ്.
ഇവൻ നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാണ് പറയാറുണ്ട്. അതെൻ്റെ ഒരു പ്രശ്നമാണിത്. ഞാൻ വെറുതെ ഒരാളെ നോക്കി കഴിഞ്ഞാൽ വിചാരിക്കും ഇവൻ്റെ മോശമായിട്ടുള്ള നോട്ടം എന്ന് വെച്ചാൽ സീരിയലിൽ ഇങ്ങനെയുള്ള ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പം തന്നെ അവർക്ക് തോന്നും ഇവനെ നോട്ടം ശരിയല്ലല്ലോ എന്ന് തോന്നും. അത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ ജന്മനാ ഇങ്ങനെയാണ് എൻ്റെ നോട്ടം. അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, വൃത്തിയായിട്ട നോട്ടം എന്നൊക്കെ പറയും. നമ്മൾ പറയാറുണ്ട്, നമ്മളീ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നോക്കുമല്ല, ഇങ്ങനെ നോക്കുന്നതാണ് എന്തൊരു നോട്ടാ മനുഷ്യൻ ഇങ്ങനെ നോക്കുന്നത്. നമ്മൾ എന്തേ നോട്ടത്തിൽ തന്നെ ഉരിഞ്ഞു പോകും. അങ്ങനെ ഇവർക്ക് തോന്നിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ കണ്ണ് കുത്തിപ്പൊടിച്ച് കളയാൻ പറ്റുമോ? അത് പറ്റില്ല. ഉള്ളൂ. ഓർബിറ്റിംഗ്. എന്താണ് ഓർബിറ്റിംഗ്? ഓർബിറ്റിംഗ് 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 നിങ്ങൾ ഇപ്പൊ ഏകദേശം എനിക്ക് ഏകദേശം ടേംസിന്റെ അർത്ഥം പറയാം. ചവച്ച് തുപ്പുക എന്നാണ്. അതൊന്നല്ല. പിന്നെ ഓർബിറ്റ് അങ്ങനെയല്ലേ? അല്ലേ? അല്ല, ഓർബിറ്റ് എന്നല്ല. ഓർബിറ്റ് എന്താ? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം. അതാ എന്ത് ഈ ഭ്രമണപഥമാണ് നമ്മളടുത്ത് ആയിട്ട് ഓർബിറ്റ് കഴിക്കേണ്ടത്. പറയുമ്പോ ഈ ഓർബിറ്റ് എന്നൊക്കെ പറയും. ഓർബിറ്റിക് ഭ്രമണപഥം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്യണേ. എല്ലാവരും ഞാൻ വെറും മണ്ടനാണെന്ന്. എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട് കേട്ടോ. ഒരാളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഉണ്ട് പറയാം, ഒരു ഒന്നിനെ ചുറ്റിപ്പറ്റിയിട്ട് അങ്ങനെ പോകുന്നത്. പക്ഷേ അതിനൊരു പേരില്ലേ? അല്ല, ഇപ്പോൾ നമ്മളുടെ റിലേഷൻ, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട്, ഇപ്പോൾ ഒരാൾ നമ്മൾക്ക് തന്നെ സ്വാധീനപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ചുറ്റിപ്പറ്റി അങ്ങ് പോവാം. നമ്മൾക്ക് അവരിൽ നമുക്ക് പ്ലസൻ്റ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കടന്നതെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ അത് ചുറ്റിപ്പറ്റി നിൽക്കാം. അല്ലാണ്ട് ഒന്നിനെ ചുറ്റിപ്പറ്റി എങ്ങനെ നടക്കുന്നിട്ടുള്ള പരിപാടി അങ്ങനെയല്ലേ? ഇല്ല, അങ്ങനെ നിൽക്കണ്ടായില്ല. ഞാൻ സാധാരണ വർത്തമാനം പറഞ്ഞ് നമ്മൾ ക്ലാഷായി കഴിഞ്ഞ് പോയി. എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്, മനസ്സിലായിട്ടുണ്ടോ? പിന്നെ അപ്പൊ എങ്ങനെ പ്രതികരിക്കുക? ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ എന്താ പറഞ്ഞ മറ്റേ സാധനം എന്താ പറഞ്ഞ ആദ്യത്തെ ഒരു സാധനം ഗോസ്റ്റിംഗ്. പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടൂലേ? അത് ഗോസ്റ്റിംഗ്. അത് ഗോസ്റ്റിംഗ്. അപ്പൊ ഞാൻ ഗോസ്റ്റിംഗ് ഉപയോഗിക്കും. ഞാൻ പറയും ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോ തന്നെ അവര് ഗോസ്റ്റിംഗ് ആയി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോസ്റ്റിംഗ് ആയിട്ട് ചെറിയ ബന്ധമുള്ള സാധനം. പക്ഷെ ഗോസ്റ്റിംഗ് അല്ല, ഇതിന്റെ പേര് സബ്മെറൈനിങ്. അപ്പൊ എന്താ? അപ്പൊ ഈ ഗോസ്റ്റിംഗിന്റെ ഒരു അമ്മായിയുടെ മോനായിട്ട് വരും. അമ്മായിയുടെ സബ്മെറൈനിങ്. സബ്മെറൈൻ എന്ന് വെച്ചാൽ എന്താ? സബ്മെറൈൻ അന്തർവാഹിനി, കടലിന്റെ അടിയിൽ കൂടെ ഒക്കെ പോണ സാധനം. അപ്പൊ സബ്മെറൈനിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അടക്കടാ, എന്നോട് പരവാശം പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ. അടക്കടാ. സബ്മെറൈനിങ് അതല്ല കേട്ടോ, അതല്ല. 12+ ചിന്തിച്ചാൽ മതി. 12+ ചിന്തിച്ചാൽ മതി. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് തീവ്രമായി അങ്ങോട്ട് അതുമല്ലേ. ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയ ക്ലാസ്സിന് വേണ്ടി വരും തോന്നുന്നു ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. സബ്മെറൈനിങ് നേവിയിലായിരുന്നോ പണ്ട്? പറയൂ, എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല. പറയൂ. അതായത് സബ്മെറൈൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് സബ്ബായിട്ട് അല്ലല്ല, അത് ഞാൻ പറഞ്ഞ ബെഞ്ചിങ്. ഇതെന്താ വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ബന്ധത്തിലുണ്ടാവും, ഇടയ്ക്ക് നമ്മൾ പോവും, പിന്നെയും ബന്ധത്തിൽ വരും. അതെന്താ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് സൗകര്യമുള്ള കാര്യമല്ലേ അത്? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അത് ഓരോരോ മൂഡ് വരുന്നതനുസരിച്ചിട്ടാണല്ലോ. മൂഡ് പോകുമ്പോൾ അങ്ങ് പോവും, മൂഡ് വരുമ്പം വരും, അങ്ങനെയുള്ള ഇതാണ്.